പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 25 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ആ കാര്യങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് വിശ്വാസത്തോടെ പറയണം, കർത്താവ് ഇന്ന് എന്നെ പകൽ അത്ഭുതമായി നടത്തും. എൻ്റെ യഹോവ നല്ല ഇടയനായി എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ സകല ആവശ്യങ്ങളിലും എൻ്റെ കൂടെ ഇരിക്കും. ഒരനർത്ഥം ഭവിക്കാൻ അനുവദിക്കത്തില്ല, ഒരു ദോഷം വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. എൻ്റെ സകല ആവശ്യങ്ങളിലും ഇന്നത്തെ പകൽക്കാലം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കും. ആ ബോധ്യത്തോട് കരമുയർത്തി പറ, നല്ല ഇടയനായി അങ്ങ് കൂടെ ഇരുന്ന് നല്ല ജയാളിയായി എന്നെ നടത്തുന്നതിൻ്റെ സ്തോത്രം 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 സ്തോത്രം. ഇന്നത്തെ പകൽ എൻ്റെ ആവശ്യങ്ങളിലെല്ലാം എൻ്റെ കർത്താവിൻ്റെ കൃപയുണ്ടാകും. യഹോവ ഈരയായി എൻ്റെ കൂടെ ഇരിക്കും, യഹോവ ഈരയായി എൻ്റെ കൂടെ ഇരിക്കും. വിശ്വാസത്തോടെ പറഞ്ഞാണ്ട് ഇന്നത്തെ പകൽക്കാലം എൻ്റെ സകല ആവശ്യങ്ങളിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കും. യഹോവ ഈരയായി എൻ്റെ കൂടെ ഇരുന്ന് എന്നെ അത്ഭുതമായി നടത്തും. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്, വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 147 സങ്കീർത്തനത്തിൽ പറഞ്ഞത്, യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. നമ്മുടെ 5-ാമത്തെ വാക്യം പറയുന്നത്, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, കർത്താവിൻ്റെ വിവേകത്തിന് അന്തമില്ല. 7-ാമത്തെ വാക്യം പറയുന്നു, സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ, കിന്നരത്തോടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ. കരമുയർത്തി പറ, സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുന്നു. ഇന്ന് പ്രഭാതത്തിൽ നന്ദിയോടെ ഒന്നുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുക. 2026 മാർച്ച് മാസം 25 ബുധനാഴ്ച ദിവസത്തെ നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ദിവസത്തെ നോക്കി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ അത്ഭുതമായി യേശു ക്രിസ്തു മുഖാന്തരം അനുഭവിക്കുന്ന ദിവസമാണ്. സ്പെഷ്യൽ ഫേവർ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ദിവസമെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ആമേൻ, കർത്താവെ, കണ്ണിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ, കണ്ണിൻ്റെ കാഴ്ചയോടുള്ള ബന്ധത്തിൽ ആമേൻ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ, പൂർണ്ണ സൗഖ്യം ആ കണ്ണിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു കണ്ണിന് കാഴ്ചയില്ലാതെ ആമേൻ ബുദ്ധിമുട്ടുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ആ കണ്ണിൽ നിന്ന് ഉള്ള ആ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ, കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. ആ കണ്ണിന് മങ്ങൽ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തൊന്ന് വിടുതൽ പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണിൻ്റെ മങ്ങൽ മാറി വരട്ടെ, കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ, കണ്ണിൻ്റെ മങ്ങൽ മാറി വരട്ടെ. ആമേൻ, വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ, കാണുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി ആ കണ്ണുകളിൽ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ കണ്ണുകളിലേക്ക് ഇറങ്ങട്ടെ. കണ്ണിനകത്തു നിന്നുള്ള ബ്ലീഡിങ്ങുകൾ സ്റ്റോപ്പ് ആകട്ടെ. കണ്ണിനകത്തു നിന്ന് നിരന്തരം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവിക ശക്തി കണ്ണുകളുടെ മേൽ ഇറങ്ങി അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ. കാഴ്ച മടങ്ങി വരട്ടെ, കാഴ്ച മടങ്ങി വരട്ടെ. മങ്ങലുകൾ മാറിപ്പോകട്ടെ, ഡബിൾ വിഷൻസ് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുത്ത പരിപൂർണ്ണ വിടുതലിനെ ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ സാമ്പത്തികമായ ആവശ്യങ്ങളിലും തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. ജോലി വിഷയത്തിൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവിക പ്രവൃത്തി നടക്കട്ടെ. വിവാഹവുമായിട്ടുള്ള വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിങ്ങും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ.
സാധാരണമായി തീരട്ടെ, മഹത്വപൂർണ്ണമായി തീരട്ടെ. കർത്താവ് ചെയ്ത പ്രവൃത്തികൾക്ക് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും പ്രത്യേക ദൈവിക സമാധാനം ഇന്നത്തെ പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം നമ്മുടെ 9:30 നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകും, നിശ്ചയമായിട്ടും അനുഗ്രഹമാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാം. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. ഇന്ന് കർത്താവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആരൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടോ അവരൊക്കെ ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട്, അവരൊക്കെ മഹത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വേദോത്സവം പഠിക്കുമ്പോൾ ജോസഫിൻ്റെ കഥ നമ്മൾ നോക്കുമ്പോൾ, ജോസഫ് ജീവിതത്തിൽ ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നു, ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമൊക്കെ ജോസഫിനെ വലിയ മഹത്വത്തിലേക്കാണ് കൊണ്ടുവന്നു. ജോസഫ് അവസാനം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ എഴുതി, നിങ്ങൾ എനിക്ക് ദോഷമായി വിചാരിച്ചു, പക്ഷേ അവൻ ദൈവം അത് നന്മയ്ക്കാക്കി, അനേകരുടെ അനുഗ്രഹത്തിന് കാരണമാക്കി. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ആരും ത്യാഗങ്ങൾ സഹിക്കുന്നതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ലൈഫ് നയിക്കുന്നതിനോട് താല്പര്യമില്ല. ഡിസിപ്ലിൻ ലൈഫിലൂടെയാണ് അടുത്തൊരു ലെവലിലേക്കുള്ള ഉയർച്ച ഉണ്ടാകുന്നത്. ഇപ്പം ആത്മീക ജീവിതത്തിലാണെങ്കിലും ത്യാഗങ്ങൾ സഹിക്കുന്നവരാണ് ഉയർച്ച പ്രാപിച്ചിട്ടുള്ളത്. നമ്മൾ വെറുതെ ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞ് നമ്മൾ പോവുകയും വരികയും സാധാരണക്കാരനെ പോലെ പ്രാർത്ഥിക്കുകയും എഴുന്നേൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ വളർച്ചയ്ക്കൊരു പരിമിതിയുണ്ട്. എന്നാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഏതൊരു ഉന്നതമായ നിലയിലെത്തിയ ആളിനെ നോക്കിയാലും അവരുടെ ജീവിതത്തിൻ്റെ പിറകിൽ അവർ ചില കഷ്ടപ്പാടുകളിലൂടെയും ട്രെയിനിങ്ങുകളിലൂടെയും ത്യാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഉയർച്ച പ്രാപിക്കുവാനും അടുത്ത തലങ്ങളിലേക്ക് ഉയരുവാനും അടുത്ത ലെവൽ ഓഫ് ഗ്ലോറി അവരുടെ ജീവിതത്തിലൂടെയൊക്കെ വെളിപ്പെടാനും കാരണമായത്. ഇപ്പം നമ്മളൊരു നല്ല സ്പോർട്സ് പേഴ്സണെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹവും അല്ലെങ്കിൽ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ചിട്ടകൾ പാലിച്ചു. അധികാലത്ത് എഴുന്നേറ്റ് ഓടാൻ പോയി, ഭക്ഷണത്തിനകത്ത് ക്രമീകരണങ്ങൾ ചെയ്തു, തക്ക സമയത്ത് തൻ്റെ ഫീൽഡിലിറങ്ങി ട്രെയിനിങ്ങിന് പോയി. മറ്റു പലരും അതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ താൻ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി പുറപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. തൻ്റെ ജീവിതത്തിൽ അത് അവസാനം എന്തായി? ഒരു മഹത്വത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മളിപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇച്ചിരി ഞെരുങ്ങുമ്പോൾ, കഷ്ടം സഹിക്കുമ്പോൾ മറ്റൊത്തിരി പേർക്ക് നമ്മൾ അനുഗ്രഹമായി തീരാൻ കാരണമാകും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മറ്റനേകർക്ക് ആശ്വാസത്തിന് കാരണമാകുകയാണ്. ഞങ്ങൾ പോകുന്ന കഷ്ടങ്ങൾ മുഖാന്തരം മറ്റുള്ളവർക്ക് ആശ്വാസവും, ഞങ്ങളിൽ മരണം പക്ഷേ മറ്റുള്ളവരിലേക്ക് അത് ജീവന് കാരണമാകുക. കാരണം ഞങ്ങൾ ഇന്ന് കഷ്ടം അനുഭവിക്കുന്നത് കൊണ്ടാണ് മറ്റു പലർക്കും അനുഗ്രഹമാകുവാൻ കഴിയുന്നത്, മറ്റു പലർക്കും നന്മയാകുവാൻ കഴിയുന്നത്, മറ്റു പലരുടെയും ജീവിതത്തിൽ ദൈവിക ജീവനെ പകരുവാൻ കഴിയുന്നത് ഇവിടെ ഞങ്ങൾ ചില കഷ്ടങ്ങളിലൂടെ കടന്നു പോകാൻ തയ്യാറായതുകൊണ്ട്. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നതും, നിങ്ങൾക്ക് ഉയരണമോ, വളർച്ച പ്രാപിക്കണമോ, മുന്നേറ്റത്തിലേക്ക് വരണമോ, നമ്മൾ മടിയന്മാരായി ഇരുന്നാൽ കാര്യം നടക്കത്തില്ല. ആമേൻ, ആമേൻ. ഉന്മേഷത്തോടെ ആമേൻ ഈ ലോകത്തിൽ നമ്മൾ ചിലതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ, നമുക്ക് ഉയർച്ച ഉണ്ടാകും. അത് പാസ്റ്ററായാലും വിശ്വാസിയായാലും സാധാരണ വ്യക്തിയായാലും ആരുമായാലും. ആമേൻ. ഈ ഇപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ആമേൻ നമുക്ക് കിടന്നുറങ്ങാം. ആമേൻ. ഉറങ്ങുമ്പോൾ നല്ല സുഖം കിട്ടും ഉറങ്ങുമ്പോൾ. പക്ഷേ നീ അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അത് നീ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അധികാലത്ത് എഴുന്നേറ്റ് ദൈവവചനം ധ്യാനിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അധികാലത്ത് എഴുന്നേറ്റ് ആമേൻ ഈ ഓടാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആമേൻ. ബൈബിൾ പറയുന്നു, കുറേ കൂടി ഉറക്കം, കുറേ കൂടി നിദ്ര, കുറേ കൂടി കൈകട്ടി കിടക്കുക, അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. അപ്പം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ, ആമേൻ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ഡിസിപ്ലിനായി ജീവിതം കൊണ്ടുപോകുന്നത് നാളെ മഹത്വത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ
പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്ന സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കണം. ആമേൻ. കഷ്ടം സഹിക്കേണ്ട സാഹചര്യങ്ങളിൽ കഷ്ടം, ത്യാഗം സഹിക്കേണ്ട സാഹചര്യങ്ങളിൽ ത്യാഗം. അതെന്തിനു വേണ്ടിയാണ്? അടുത്ത ലെവലിലേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ആമേൻ. നമ്മൾ ആരെ നോക്കിക്കേ, ഒരു ഉയർന്ന തലത്തിലെത്തി ആരോട് ചോദിച്ചാലും അവർക്ക് പറയുവാൻ ബിഹൈൻഡ് ദ കർട്ടനിൽ ഒരു സ്റ്റോറിയുണ്ട്. നമ്മൾ കാണുന്നത് അവരുടെ സെലിബ്രേഷൻ മാത്രമാണ്. ഇന്ന് അവരെത്തിയിരിക്കുന്ന ഒരു പദവി മാത്രമായിരിക്കാം കാണുന്നത്. വലിയ വലിയ ദൈവദാസന്മാർ, വലിയ വലിയ നേതാക്കന്മാർ, വലിയ വലിയ സ്പോർട്സ് പീപ്പിൾ, ഇവരൊക്കെ എത്തിയിരിക്കുക. പക്ഷേ അവർ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പിൻപിൽ അവർ കൊടുത്തൊരു വിലയുണ്ട്. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വീണ്ടും ഓർപ്പിക്കുക. ചെറുപ്പക്കാരായ യൗവനക്കാരായ പ്രായമുള്ളവരെ, ഈ അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി മഹത്വമായി മാറുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ദൈവിക മഹത്വം നിങ്ങളായിരിക്കുന്ന ഫീൽഡിൽ വെളിപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വില കൊടുക്കേണ്ടതുപോലെ വില കൊടുക്കുക. അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇന്ന് നിങ്ങൾ വില കൊടുക്കുവാൻ തയ്യാറായാൽ അവൻ നിങ്ങളെ മഹത്വമാക്കി മാറ്റുവാൻ തയ്യാറാകും. നോ പെയിൻ നോ ഗെയിൻ എന്നാണ് പറയുന്നത്. അവൻ വേദനയില്ലാതെ നമുക്കൊരു വളർച്ചയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ സഹിക്കുവാനും തയ്യാറായാൽ വലിയൊരു വളർച്ചയുണ്ടാകും. ഈ ഹെൽത്ത് ക്ലബ്ബുകളിൽ ആമേൻ അനേകർ പോയി വരും. പക്ഷേ അവരാരും മസിൽ ബിൽഡ് ചെയ്യുകയോ ബോഡി ഷേപ്പ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്നാ? അവരവിടെ പോയി പെയിൻ എടുക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ചിട്ടയായിട്ട് പോയി എക്സസൈസ് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് പെയിൻഫുള്ളായിട്ട് ചെയ്ത് ആമൻ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോഴാണ് അവൻ അതിൻ്റെ റിസൾട്ട് കാണുന്നത്. ഇതുപോലാണ് ഏത് കാര്യവും. അതുകൊണ്ട് ആമൻ ഈ ദിവസങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ട്രെയിനിങ്ങുകൾ ഇതൊന്നും ദോഷമായി നഷ്ടമായി തീരത്തില്ല. അതൊക്കെ മഹത്വത്തിന് കാരണമാകും, മറ്റനേകർക്ക് ബ്ലെസ്സിങ്ങിന് കാരണമാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ആമേൻ ത്യാഗപൂർണ്ണമായിട്ട് മുന്നേറുവാൻ തയ്യാറാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. അതായത് എവിടെ നിങ്ങൾക്ക് സക്സസ് ആകണമെങ്കിലും അതിൻ്റെ പിൻപിലൊരു ത്യാഗം സഹിച്ചേ, ചില പെയിൻ സഹിച്ചേ മതിയാകുകയുള്ളൂ. എഡ്യൂക്കേഷൻ ആയാലും കൊള്ളാം, മിനിസ്ട്രിയിലായാലും കൊള്ളാം, പ്രൊഫഷണലായാലും കൊള്ളാം. എവിടെ നിങ്ങൾക്ക് ഉയർച്ച പ്രാപിക്കണമെങ്കിലും ഇവിടെ ഒരു പെയിൻ എടുക്കാൻ തയ്യാറായാലേ പറ്റൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. കർത്താവ് നമ്മുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.